നല്ലൊരു പേസ്റ്റൽ യെല്ലോ, ലെമൺ യെല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ക്രീം ടിഞ്ച് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ സ്കിൻ ടോണുകാർക്കും നന്നായിട്ട് സ്യൂട്ടബിൾ ആവും. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, ക്രോസ് സ്റ്റിച്ചിൻ്റെ ഒരു ചെറിയ വേർഷൻ, പെറ്റി പോയിന്റിൻ്റെ ലുക്ക് വരുന്ന ടൈപ്പ് വർക്കാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് ഈ സെറ്റിൻ്റെ ദാമനാണ്. ദാമൻ എന്ന് പറയുന്നത് സൽവാറിൻ്റെ ഏറ്റവും താഴ്ഭാഗമാണ് വരുന്നത് കേട്ടോ. എനിക്ക് ഇഷ്ടമായതുണ്ടല്ലോ ഇതിൻ്റെ ഫ്ലവർ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷൻ ഭയങ്കര രസം. എംബ്രോയിഡറി ഡിസൈനിൻ്റെ ഇത് കണ്ടോ, ഓൾ ഓവർ മുക്കേഷി വിത്ത് ബുട്ടീസ്, താഴെ ദാമനിൽ അടിപൊളി ബോർഡർ, പ്യോർ ജോർജറ്റിൽ നല്ല സെറ്റ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. കളർ വൈസും കോമ്പിനേഷൻ വൈസും ഒക്കെ ഒരു സൂപ്പർ പീസാണ് വരുന്നത്. ദുപ്പട്ടയും കൂടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദുപ്പട്ട വന്നിരിക്കുന്നത് അതേ ബുട്ടീസ്, ഇതിൽ മുക്കേഷ് പോയിട്ടില്ല എന്നുള്ളൂ കേട്ടോ. അതായത് ആ ഗോൾഡൻ ഇതുപോലെ ബാദ്ല വർക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്, ആ സംഭവമാണ്. ദുപ്പട്ടയിൽ അത് വന്നിട്ടില്ല, കാരണം ടോപ്പും ദുപ്പട്ടയും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര തിളക്കമായിരിക്കില്ലേ. അത് വെച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ ഒരു ഇച്ചിരി സട്ടിലായിട്ട് ഒരു ലേസ് ഹൈലൈറ്റിലാണ് പോയിരിക്കുന്നത്. റേഞ്ച് വരുന്നത് 4995. അടിപൊളി പീസാണ്. ഒരു നൈറ്റ് ഫംഗ്ഷൻ ആണെങ്കിലും ഡേ ലൈറ്റിലാണെങ്കിലും ഇത് പൊളിക്കും.